വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ 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 ഉപയോഗപ്രദമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയപ്പം അവർക്ക് ആർക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വലിയൊരു അറിവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അപ്പം ഈ ടോപ്പിക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുകൂട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇത് അൺഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്താ ടോപ്പിക്ക് നോക്കാം. ടോപ്പിക്ക് വേറൊന്നുമല്ല, സീഡ് സൈക്ലിംഗ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഫോർ സ്ത്രീകൾ എന്നുള്ളതായിരിക്കും ടൈറ്റിൽ. പക്ഷേ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ടോപ്പിക്കാണ്. എല്ലാ പുരുഷന്മാരുടെ വീട്ടിലും ഒരു സ്ത്രീകൾ കാണാതിരിക്കത്തില്ല. അവരും ഈ ടോപ്പിക്കുകൾ, ഈ പേരുകളൊക്കെ കേട്ട് അവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാകുന്നതായിരിക്കും. ടൈറ്റിൽ കാണുന്ന മാതിരി സ്ത്രീകളെന്ന് മാത്രം ഉദ്ദേശിച്ചുള്ള ടോപ്പിക്കല്ല, ഇത് പുരുഷന്മാർക്കും കാണാം. അപ്പം ഇത് എന്തിനെ റിലേറ്റ് ചെയ്ത ടോപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോമൺലി കേട്ട് വരുന്ന കുറേ വാക്കുകളാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. പിന്നെ ഉള്ളത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി. പിന്നെ ഉള്ളത് പ്രീ മെൻസ്ട്രുവൽ സിംറ്റംസ്. ഇത് ഒട്ടുമിക്ക എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് പ്രീ മെൻസ്ട്രുവൽ സിംറ്റം ആണ് എന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, എനിക്ക് മൂഡ് സ്വിങ്സാണ്. ഇതിനെല്ലാം ഉള്ള ഒരു ഡയറ്ററി റെമഡിയാണ് ഈ ടോപ്പിക്, സീഡ് സൈക്ലിംഗ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ കേൾക്കാത്തവർ ഇപ്പോൾ കേട്ടോളൂ. അപ്പോൾ എന്താണ് സീഡ് സൈക്ലിംഗ്? ഇത് അറിയുന്നതിന് മുമ്പ് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ പ്രീമെൻസ്ട്രുവൽ സിംറ്റം ആണ്, PCOD ആണ്, എന്താണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള റീസൺ എന്ന്? അപ്പം ബേസിക്കായിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് ഒരു സ്ത്രീ ശരീരത്തിൽ മെയിൻലി രണ്ട് ഹോർമോൺസ് ആണുള്ളത്. അതായത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഇതാണ് അവരുടെ ബോഡി, അതായത് പീരീഡ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതും പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം ഈ രണ്ട് ഹോർമോൺസ്. അപ്പം ഈ രണ്ട് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം വരുന്ന സംഭവങ്ങളാണ് ഈ ഇൻഫെർട്ടിലിറ്റിയും PCODയും പ്രീമെൻസ്ട്രുവൽ സിംറ്റമും. ഇതെല്ലാം വരുന്നത് അതിൻ്റെ ഒരു ബേസിൽ മാത്രം വരുന്നതാണ്. അപ്പം ഇത് എന്താണ് ഇതിൻ്റെ ഇഷ്യൂസ്? ഈസ്ട്രോജൻ ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഈസ്ട്രോജൻ അധികമായിരിക്കും, ഇല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ അധികമായിരിക്കും, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവത്തില്ല, പ്രൊജസ്ട്രോൺ കുറവായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പോയിട്ട് ഹോർമോൺ